ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ നച്ചൂസിൻ്റെ നെയ്സിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും നച്ചൂസും കൂടി ഒരു ഹോട്ടലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ NSS കരോഹം, കുളത്തിലുള്ള NSS കരോഹം ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ പരിപാടി വന്നിട്ട് വൈകുന്നേരം 3 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എത്തിയായിരുന്നു. അപ്പം നച്ചൂസ് ഡാൻസിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാൻസി ഡ്രസ്സിന് കേട്ടാന്ന് വിചാരിച്ചു. അപ്പം സോൾജറിൻ്റെ വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സോൾജറിൻ്റെ വേഷമൊക്കെ ഇട്ട് റെഡിയാക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആദ്യം ഉദ്ഘാടനമൊക്കെ കാണാൻ പറ്റി. അതിനുശേഷം സമാധാനം ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ 2-3 ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഫാഷൻ ഷോ വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നച്ചൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടെ ഇടയ്ക്ക് സെൽഫി ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം 2-3 ഡാൻസ് പ്രോഗ്രാമൊക്കെ അതിനിടയ്ക്ക് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചേട്ടനും എൻ്റെ അച്ഛനും കൂടെ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നച്ചൂസ് ഇടയ്ക്ക് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നച്ചൂസിനെ വീട്ടിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് അടിക്കാനും തോക്കെടുത്ത് വിരിച്ച് കാണിക്കാനും ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചായിരുന്നു വിട്ടത് കേട്ടോ. അപ്പോൾ സ്റ്റേജിലെത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം മറന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഒരുവിധം നന്നായിട്ടൊക്കെ നിന്നു. എനിക്ക് തോന്നുന്നു മിക്ക പിള്ളേരും പേടിച്ചും പിന്നെ കരഞ്ഞുമൊക്കെയാണ് കേട്ടോ സ്റ്റേജിൽ കയറിയത്. കുറേ പേരൊക്കെ കയറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് കയറുന്നതല്ലേ, അപ്പം അതിൻ്റേതായ ഒരു കൊച്ചു പിള്ളേരല്ലേ, അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ നച്ചൂസ് പിന്നെയും സ്റ്റേജിൽ കയറി ധൈര്യമായിട്ട് കയറി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ നച്ചൂസിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് കഴിഞ്ഞ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ചോക്കോപ്പൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നച്ചൂസും ചോക്കോപ്പൈ ഒക്കെ വാങ്ങിച്ചിട്ട് നൈസിന് ഇറങ്ങി വന്നു. അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ബാക്കി പെർഫോമൻസ് ഒക്കെ കണ്ടു കേട്ടോ. അപ്പം എല്ലാവരുടെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഏറ്റവും അവസാനം നച്ചൂസിൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ എൻഡിങ്. അപ്പം നച്ചൂസിൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസും കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നച്ചൂസിന് ബോറടിച്ചപ്പോൾ നച്ചൂസ് ഇടയ്ക്ക് കുറച്ച് നേരം സ്പൈഡർമാനെ വെടിവെച്ച് കളിച്ചുകൊണ്ടൊക്കെ നിന്നു. പിന്നെ ഇടയ്ക്ക് അല്ലാതെ കുറേ പേർക്ക് ട്രോഫി ഒക്കെ കിട്ടിയായിരുന്നല്ലോ. അപ്പം അത് കണ്ടപ്പോൾ നച്ചൂസിന് കിട്ടിയില്ല എന്നൊരു സങ്കടം. അപ്പോൾ നച്ചൂസ് പറഞ്ഞ് എനിക്കും ട്രോഫി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. എങ്ങനെയൊക്കെയോ പറഞ്ഞ് മാറ്റി അവളുടെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നച്ചൂസിനെ പയ്യെ സ്റ്റേജിൻ്റെ സൈഡിൽ നിർത്തി അവൾ പയ്യെ ഫ്രണ്ട് ഡാൻസ് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. അങ്ങനെ നച്ചൂ ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ട് ആ സൈഡിൽ നിന്നു. നച്ചൂസിന് 2 ബെസ്റ്റ് ഫ്രണ്ടാണുള്ളത്, അയോധ്യയും ഇഹയും. അപ്പോൾ 2 പേരും ഡാൻസ് ഉള്ളതുകൊണ്ട് നച്ചൂസ് എല്ലാം മറന്ന് അവിടെ നിന്ന് ഡാൻസ് കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ തീർന്നതിന് ശേഷം വന്ദേമാതരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നച്ചൂസിനൊക്കെ ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ച് നച്ചൂസിൻ്റെ ഫ്രണ്ടിനോട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.